വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് ആ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഞാനിപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് വേറെ ആരുടെ കാര്യവും ശ്രദ്ധിക്കാതെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. എല്ലാവരുടെ കാര്യം നോക്കുന്നതോടൊപ്പം നമ്മളുടെ സന്തോഷവും നമ്മളുടെ ഇഷ്ടങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. എനിക്ക് വളരെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്നോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നാറുണ്ട് കേട്ടോ. കുറേ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇതിലെനിക്ക് ഒരുപാട് സന്തോഷവും എന്നോട് എനിക്ക് അഭിമാനവും തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ. ഞാൻ മുൻപ് ജീവിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു പാഠമായിരുന്നു എന്ന് ഉൾക്കൊള്ളാനാണ് എനിക്കിഷ്ടം. നേരെ മറിച്ചിട്ട് അതുപോലൊരു ജീവിതം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനല്ല എനിക്കിഷ്ടമുള്ളത്. ഇപ്പോഴത്തെ പോലുള്ളൊരു ലൈഫാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടം കേട്ടോ. കാരണം ഞാൻ എനിക്ക് എൻ്റെ സങ്കടങ്ങൾക്ക്, എൻ്റെ സന്തോഷങ്ങൾക്ക്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒക്കെ ഞാനിപ്പം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. രാവിലെ രാവിലെ ചായയും കടിയൊക്കെ ആക്കി ഏട്ടനൊക്കെ പോയതിന് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പണി തുടങ്ങുന്നതിന് മുൻപാണ് എനിക്കൊന്നിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടാവുക. മോനും ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് കേട്ടോ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. മോൻ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞാലാണ് കേട്ടോ ഒന്ന് ഉറങ്ങുക. അതിന് ശേഷം മാത്രമാണ് നമുക്കെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവനെ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവൻ അടങ്ങിയിരിക്കും. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ കാണാനായിട്ട്. ഈ പിള്ളമാർക്ക് ഈ ഒരു സമയത്ത് അങ്ങനെയാണല്ലോ, നമ്മളുടെ ഒക്കത്ത് കയറിയിരുന്ന് ഇതെല്ലാം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അവർക്ക് അതെല്ലാം ഒരു കൗതുകമല്ലേ. പക്ഷെ അവൻ അടങ്ങിയിരിക്കും കേട്ടോ. പക്ഷെ പാത്രമൊക്കെ കഴുകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തൃപ്തിയായിട്ട് കഴുകണമെങ്കിൽ അവനെ എടുത്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. ഈ സ്ലാബിലൊക്കെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് പണി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. ഇപ്പോൾ നമ്മളുടെ സ്ലാബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ സോക്കറ്റൊക്കെ വരുന്നതുണ്ടല്ലോ, കുറച്ച് താഴോട്ടായിട്ടാണ് വരിക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തൊടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഓഫാക്കിയിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. അതാണ് അവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മണക്കുന്നുണ്ടോ എന്ന് എനിക്കിതുപോലെ ഇങ്ങനെ ഒന്ന് മണം പിടിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടതെന്ന് വിചാരിക്കല്ലേ. കാരണം ഇപ്പോൾ കൂറ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകിയാലും മണമുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഇച്ചിരി അജ്ഞാനം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മണപ്പിച്ച് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ഒരു മോഹം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കൊക്കെ പോകാൻ ഏകദേശം ഇങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടാനായിട്ടൊരാഗ്രഹം കേട്ടോ. പിന്നെ കപ്പ വാങ്ങിച്ചു കൊണ്ടുവച്ചത് ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴാണ് മോൻ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് മടക്കി വെച്ചു. പിന്നെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പരസ്യം ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും ഓഫറിൻ്റെ ഒക്കെ. അത് മോനായിരുന്നു എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഞാൻ നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നതാണ്. പക്ഷേ പൊന്തിച്ച് നോക്കിയപ്പോൾ അവന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, നല്ല തണുപ്പുണ്ടല്ലോ. അതുകൊണ്ട് അത് അവിടെ വെച്ചു. ഇനി മീനും അതുപോലെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. ചില സമയത്ത് എൻ്റെ പിന്നാലെ നടക്കും, ചില സമയത്ത് ഒറ്റയ്ക്ക് കളിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി എൻ്റെ സെൻട്രൽ ഹാൾ നിങ്ങൾ നോക്കണ്ടാവാൻ ഫുൾ വലിച്ചിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഈ കിച്ചണിലെ പരിപാടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുള്ളൂ കേട്ടോ. അതായത് ഈ നമ്മളുടെ അടിച്ച് വരൽ, തുടക്കൽ പരിപാടിയൊക്കെ ഇല്ലേ, അലക്കൽ, ഇതൊക്കെ ഞാൻ കിച്ചണിലെ ഉച്ചയ്ക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ റെഡി ആയാലേ ഞാൻ ആ പണിക്ക് നിൽക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മോന് പെട്ടെന്ന് വിശക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നാഴികക്ക് 40 വട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും കേട്ടോ. അതെല്ലാം അമ്മമാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത്ര ധൈര്യമില്ല കേട്ടോ, അമ്മ വീഴുമെന്നൊക്കെയുള്ളൊരു പേടി. കാരണം ഇടയ്ക്കിടയ്ക്കേ ഞാൻ പോയി നോക്കും. പിന്നെ അറിയാലോ, ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒച്ച ഇല്ലാണ്ടൊരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പറന്നെത്തും കേട്ടോ, എന്താണ് കാര്യം എന്നറിയാൻ. പിന്നെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവന് കൊടുക്കും. അത് എൻ്റെ കൺട്രോളിൽ മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പുറമെ ആരെയും അങ്ങനെ കൊടുക്കാൻ വിടാറില്ല, ഞാൻ മാത്രമാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ അവന് ഒരു സാധനത്തിൻ്റെ പാക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ. മുട്ടായിയുടെ പാക്കറ്റോ ഒന്നും അവൻ അറിയില്ല കണ്ടാൽ. അതൊക്കെ ഞാൻ സോപ്പാണെന്നാണ് പറയാറുള്ളത്. കാരണം ഇനി എപ്പോഴും ഇങ്ങനെ എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കും അറിയാം ഇപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കയ്യിൽ കുഞ്ഞിക്ക് ബുദ്ധി ഉറക്കാത്ത ഒരു പ്രായത്തിൽ കുഞ്ഞിനെ തെറ്റ് ചെയ്യാനല്ലേ, കുഞ്ഞിൻ്റെ ഹെൽത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കാമല്ലോ. അത്രയേ ഞാനും ചെയ്യുന്നുള്ളൂ. അല്ലാതെ എനിക്കിതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ ഇതൊക്കെ കഴിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുവരെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഒട്ടും ഇല്ലാണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ കൺട്രോൾ മാത്രമാണ്. ഞാൻ അത് വേറെ ആരെയും ഇടപെടുത്തുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ കൺട്രോളിൽ ഞാൻ എന്താണോ കൊടുക്കാന്നുള്ളത് ഇപ്പോൾ ഏട്ടനടക്കം എൻ്റെ ഒരു ഇതിൽ തന്നെ ചോദിച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. കാരണം കുട്ടീൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാനാണ് നോക്കാറുള്ളത്.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അവരെന്തെങ്കിലും കഴിക്കണം തോന്നി ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, ശർക്കര എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. വല്ലപ്പോഴും ഒരു ട്രീറ്റ് പോലെയൊക്കെ എന്തെങ്കിലും കൊടുത്താലായി. അത് ഞാൻ മുട്ടായി ഒന്നും കൊടുക്കാറില്ല കേട്ടോ, ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ കപ്പ മുറിച്ചിട്ട് കഴുകി വന്നതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ചട്ടികൾ വളരെ കുറവാണ് കേട്ടോ. മെയിനായിട്ട് മൺചട്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പെർമനൻറ്റ് വിസക്കൊക്കെ വരുന്നത്, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. എന്നാൽ ഇവിടെ നിന്ന് ഒരു ചട്ടി വാങ്ങിക്കൂടെയും ചിന്തിക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ഓരോരുത്തർക്കായിരിക്കും അറിയുന്നുണ്ടാവുക. ഞാൻ ഏകദേശം ലാഭം നോക്കിയിട്ട് വാങ്ങുന്ന ഒരാളാണ്. എനിക്ക് നാട്ടിലാണ് ലാഭം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കിട്ടുക എന്നൊക്കെ തോന്നി ഞാൻ നാട്ടിൽ നിന്നേ വാങ്ങുള്ളൂ. അതിന് ആരെന്ത് പറഞ്ഞാലും ഞാൻ നാട്ടിൽ നിന്നേ വാങ്ങുള്ളൂ. നമുക്കല്ലേ അറിയുള്ളൂ നമ്മളുടെ എന്താണ് നമ്മളുടെ സിറ്റുവേഷൻ എന്നുള്ളത്. അല്ലാതെ നമുക്ക് എന്തും പോയി വാങ്ങിക്കാനുള്ള ഒരു സാലറി എനിക്കെന്തായാലും കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ആഗ്രഹങ്ങൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നോക്കും. എന്നാലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചട്ടി കണ്ടപ്പോൾ, പക്ഷേ എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരുന്നു എടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ചട്ടിയൊക്കെ കാണാം. ചിലവരൊക്കെ എന്നെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് കേട്ടോ. അവളുടെ ഒരു ആനപ്പാത്രം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ. ഞാൻ ആ സ്റ്റീലിൻ്റെ ഇപ്പം എന്താ പറയുക, കിഴങ്ങ് വേവിക്കാൻ വെച്ചില്ലേ, അത് കാണിച്ചിട്ട് എന്നെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കളിയാക്കിയത്. ഞാൻ വിചാരിക്കുക, ഒരു പക്ഷേ നമുക്ക് ഈ ഒരു പാത്രം പോലും വാങ്ങിക്കാൻ സാമ്പത്തികമില്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും, ഇവരെന്താ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ചിലപ്പോൾ കയ്യിൽ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചവരായിരിക്കണം എന്നില്ലല്ലോ, കയ്യിലോ വായിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ജനിച്ചവരായിക്കൊള്ളണം എന്നില്ലല്ലോ. നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ചട്ടി വാങ്ങാൻ പോലും സാമ്പത്തികം ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ടല്ല. എനിക്ക് എൻ്റേതായിട്ട് എൻ്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ടല്ലോ, ഞാൻ അതുപോലെ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഒരു ചട്ടിയൊപ്പം തുടങ്ങിയിട്ട് കഥ എവിടെയോ എത്തിയല്ലേ, സോറി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മോൻ എന്തായാലും കപ്പ കഴിക്കില്ല. അപ്പോൾ ഞാൻ അവന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അവന് ഗീ റൈസ് ആണെങ്കിൽ അവൻ കഴിച്ചോളും. എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും ഞാൻ അതിൽ മുറിച്ചിടും, അത് സ്ഥിരമാണല്ലോ, അങ്ങനെ അത് കഴിക്കുള്ളൂ അവൻ. അതുകൊണ്ട് പച്ചക്കറികൾ കഴിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നുറുങ്ങ് വഴികളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്മാവോ, ഇപ്പോൾ സേമിയ ഉപ്മാവ് പോലെയെല്ലാം ഞാൻ ചിലപ്പോൾ ആക്കി കൊടുക്കും. സേമിയ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഞാൻ ചിലപ്പോൾ കുറച്ച് പോർഷൻ എടുത്തിട്ട് ബാക്കി വെജിറ്റബിൾസ് കൂടുതൽ എടുത്തിട്ട് ആക്കി കൊടുക്കും. അപ്പോൾ അതൊരു നൂല് പോലെയൊക്കെ കണ്ടതുകൊണ്ട് ചിലപ്പോൾ അവൻ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ചിലപ്പോൾ കഴിക്കുകയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കുഞ്ഞുങ്ങളെ വലുതാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അല്ലെ എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് വെക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രം സമയം അല്ലെങ്കിൽ അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈബ്രേഷൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ, ഇപ്പം ഞാൻ ജോബും എല്ലാം മാറ്റി വെച്ചത് എൻ്റെ മോനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പണിയൊഴിയില്ല. കാരണം നമ്മൾ ഒരു ഫുഡ് കഴിക്കില്ല, ഞാൻ തൊട്ടടുത്ത ഫുഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും. കാരണം അവൻ കഴിക്കണമല്ലോ. പിന്നെ അവന് വിശപ്പില്ലാതിട്ടാണ് അവൻ കഴിക്കാത്തതെങ്കിൽ ഞാൻ അവന് വിശക്കുന്നത് വരെ അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാറ്. കാരണം വിശക്കാതെ കുത്തി നിറച്ചിട്ട് പിള്ളേരെ ബോൾ പോലെ ആക്കരുത്. ഫുഡ് കുറേ കുത്തി നിറയ്ക്കുക എന്നുള്ളതല്ല ഈ അമ്മമാരെന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്ന കുറേ പേർക്ക് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇഷ്ടം പോലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് വേണ്ട ഫുഡുകൾ കൊടുക്കുക, അവരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിക്കാൻ വിടുക. അപ്പോൾ 2-3 ബീൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനിതിൽ കട്ട് ചെയ്തിട്ടു. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഒറ്റ വിസിലടിച്ചാൽ മതി. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഒറ്റ വിസിൽ. എന്നിട്ട് ആ ഒരു പ്രഷർ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി മീൻ മുളകിട്ടതാക്കാൻ വേണ്ടിയിട്ട് പുളി ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുപ്പിയിൽ ഇങ്ങനെ ബോൾ ആക്കിയിട്ട് പുളി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ സംഭവം. ഇനി ഇതാ തക്കാളി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയും കൂടെ ഇട്ടിട്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്വതവേ എനിക്ക് ഈ ഉള്ളി ഇട്ടത് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഉള്ളി ഇട്ടിട്ടല്ല ഉണ്ടാക്കാറ്. അതുകൊണ്ട് എത്രയോ കാലം അങ്ങനെ കഴിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് ഈ ഉള്ളി ഇട്ടിട്ടുള്ളത് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ മുളകിട്ടത് വയ്ക്കാം. എനിക്ക് ആ ഉള്ളിയുടെ ഒരു ഫ്ലേവർ വരുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ മൊളേഷ്യ ഞാനേ കഴിക്കുകയുള്ളൂ. ഞങ്ങളിതിനെ മീൻ മൊളേഷ്യ എന്നാണ് കേട്ടോ നിങ്ങൾ കണ്ണൂരുകാർ പറയാം. പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ ഉള്ളപ്പോഴാണെങ്കിൽ അമ്മ അങ്ങനെ ഉള്ളി ഇടാണ്ടും വയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിന്ന് എന്തായാലും ഉള്ളി ഇട്ടിട്ട് നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ്. ഒരു തവണ ഞാൻ കുഞ്ഞുള്ളി ഇട്ട് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ ഇന്ന് കുഞ്ഞുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മോൻ ഇടയ്ക്കിടയ്ക്ക് ആ ടേബിളും പിടിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്. അവൻ കൈയെത്തി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവിടെ നോക്കുന്നുണ്ടാവട്ടെ. എനിക്കിവിടെ ക്യാമറ ഓണാക്കിയതുകൊണ്ട് എനിക്ക് അവിടെ അവനെ കാണാൻ പറ്റും, അതൊരു ധൈര്യമുണ്ട്. പിന്നെ ചില സമയത്ത് അവൻ കുരുത്തക്കേട് കളിക്കില്ല എന്ന് എനിക്കറിയാം. അവൻ എന്തൊക്കെ കളിക്കുമ്പോൾ നമ്മളുടെ ഈ മക്കൾ എന്തൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ ഈ അമ്മമാർക്ക് എന്താ പറയുക, ദിവ്യദൃഷ്ടി വരുന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓടിച്ചെല്ലും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കുസൃതിയെല്ലാം കാണിക്കും. എന്നോട് എടുക്കുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. കാരണം ഈ ഒരു പാചകങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. പാചകങ്ങൾ എന്ന് പറയുമോ, പാചകം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കളഞ്ഞു വെച്ച് ഇഞ്ചിയും അരിഞ്ഞു വെച്ച് ഇനി പണി തുടങ്ങാമെന്നാണ് വിചാരിക്കുക. അതാവുമ്പോൾ അവനെ എടുത്തിട്ട് ചെയ്യാൻ എനിക്ക് വലിയ ടാസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളുടെ കുക്കർ റെഡിയായിട്ട് വന്നിട്ടോ, നമ്മളുടെ ചോറ് റെഡിയായി. ഇനി വെളിച്ചെണ്ണയിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റി തക്കാളി ഇട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ഞാൻ ചേർക്കാറുള്ളൂ. അതും കൂടി ആയിട്ടാകുമ്പോൾ മീനും ഇട്ട് വെള്ളം ഒഴിച്ച് മീനും ഇട്ടിട്ടാകുമ്പോൾ പിന്നെ അത് പറ്റി വരണം. അവസാനം വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോഴേക്കും കപ്പ വെന്തു കേട്ടോ. ഇനി ഞാനങ്ങ് ഊറ്റിയെടുക്കുകയാണ്. വലിയ ടേസ്റ്റുള്ള കപ്പ ആയിരുന്നില്ല കേട്ടോ. പക്ഷേ സ്വതവേ വാങ്ങിക്കുന്ന ഫ്രോസൺ കപ്പ വലിയ കുഴപ്പമുള്ളതൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുള്ളിയും കാന്താരിൻ്റെ ഏറ്റവും നല്ലത് കേട്ടോ, അതൊക്കെ ചതച്ചിട്ട് തേങ്ങയും എല്ലാം ചതച്ചിട്ട് ഈ കപ്പയോടൊപ്പം ചേർക്കും. എന്നിട്ട് കടുക് താളിച്ചിടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്നും ഇടണ്ട, കാരണം വൈകുന്നേരം വരെ വേണ്ടതാണ്, രാത്രി വരെ വേണ്ടതാണ്. അപ്പോൾ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ചെണ്ടക്കപ്പയൊക്കെ ആക്കില്ലേ, വെറുതെ ഇങ്ങനെ ഇട്ട് വേവിച്ചിട്ടാക്കില്ലേ, അങ്ങനെ ആക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം മോൻ എന്തായാലും കഴിക്കില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മോളീശനും ആക്കുന്നുണ്ട്. മോന് ഓൾറെഡി ഞാൻ കറി വെച്ചതുണ്ടായിരുന്നു കേട്ടോ, മോരൊഴിച്ച് കറി വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മീൻ മുളകിട്ടതും പിന്നെ മീൻ പൊരിച്ചതും കൂടി ആയാൽ അവന് കുശാലായി. പിന്നെ വെജിറ്റബിൾ അവൻ്റെ ചോറിലും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നുമില്ല. പിന്നെ മാക്സിമം ഞാൻ മോന് പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. ഒരു ദിവസം പഴകിയതാണെങ്കിൽ തന്നെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക നമ്മൾ ശരണം കെട്ട് പോയാൽ കൊടുക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്നാലും ഞാൻ മാക്സിമം കഞ്ഞിയൊക്കെ കൊടുക്കാൻ നോക്കും, തൈര് ഒഴിച്ചിട്ട്. അതാവും ഭയങ്കര ഹെൽത്തിയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് തൈര് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. ഇനി ഇതാ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അവൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. കൊടുത്തിരുന്നെങ്കിൽ അവനും പിഴിഞ്ഞ് കളിച്ചാണ്, പക്ഷേ എങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെയൊക്കെ മറച്ച് പിന്നെ വഴുതി കെട്ടി വീണിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ വെള്ളം കൊടുക്കാണ്ടൊന്നുമില്ല കേട്ടോ. അവന് കളിക്കാനായിട്ട് ഞാൻ വെള്ളമൊക്കെ കൊടുക്കും, എന്നിട്ട് അവൻ്റെ അടുത്തിരിക്കുകയും ചെയ്യും. പിന്നെ അവിടെയൊക്കെ കുളമാക്കി വെച്ചിട്ടുണ്ടാവും, അത് തുടച്ചതിന് ശേഷം പിന്നെ അവനെ കളിക്കാൻ വിടും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഇത്ര ചെറിയ കുട്ടിയെ കൊണ്ടാണോ പണിയൊക്കെ എടുപ്പിക്കുന്നത് ചോദിക്കാൻ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴേ പഠിപ്പിക്കുക, കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ വിവരമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പണ്ടത്തെ രീതിയിൽ ഒരു ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറേ ഉണ്ട്. ഞാനത് വിവരമില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വളർന്ന രീതി മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയാണത്. നമ്മളുടെ കാലം മാറുന്നതിനനുസരിച്ച്, അതായത് ഈ ലോകത്തിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മാറാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ വളർന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ചസ് അവരുടെ ലൈഫ് സ്റ്റൈലിലും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും സഫർ ചെയ്യുക. അത് നമ്മൾ വയസ്സാം കാലത്ത് കാണേണ്ടിയും വരും. അപ്പോൾ നമ്മൾ ജീവിച്ചതാണ് കറക്റ്റ് എന്ന് ചിന്തിക്കരുത്. കാലത്തിനനുസരിച്ചിട്ട് ശരികളും തെറ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ശരി എന്നുള്ളൊരു കാലഘട്ടമായി. അല്ലാതെ അടുക്കളയിൽ എന്തും പറഞ്ഞാലും ഉത്തരമില്ലാതെ നിൽക്കുന്ന സ്ത്രീകളാണ് ശരി എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മാറി. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇനി ആരെന്ത് പറഞ്ഞാലും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിലൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ഇനി പാചകങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ.